വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഒരു നഷ്ടം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമായിരുന്നില്ല. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുന്നു. ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്നാൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പരിധിവരെ വിപണി പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ മികച്ച പ്രവർത്തന ഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കും ഇനി വിപണിയിൽ ഉണ്ടാവുക. ഈ ആഴ്ച പ്രധാനപ്പെട്ട പ്രവർത്തന ഫലങ്ങൾ വരാനിരിക്കുന്ന ബാങ്കിംഗ് മേഖലയിൽ HDFC ബാങ്കിൻ്റെയും ഒപ്പം തന്നെ കൺസ്യൂമർ മേഖലയിൽ മികച്ച FMCG കമ്പനിയായ HULൻ്റെയും പ്രവർത്തന ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തന ഫലം ബുധനാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിപണി അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ആഗോള സാഹചര്യങ്ങൾ തികച്ചും ആഗോള വിപണികൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ്. യൂറോപ്യൻ വിപണിയിൽ, UK വിപണിയിൽ വലിയ തോതിൽ ചരിത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വ്യാപാരം അവസാനിപ്പിച്ചു. US വിപണിയാണെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഏതാണ്ട് 1% മാത്രമാണ് താഴെ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ വിപണി ഇപ്പോഴും 10-12% ഉയർന്ന നിലവാരത്തിൽ നിന്നും താഴെ നിൽക്കുന്നതാണ്. ഘടകങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഇപ്പോൾ തുടരുന്ന നമ്മുടെ വിപണിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. ഈ വരുന്നൊരാഴ്ചയും ആ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക.